ഇതിനകത്ത് കൺസ്ട്രക്ഷനിൽ എന്തെല്ലാം നോക്കാം നമുക്ക്. റൂബി ക്രിസ്റ്റലോ റൂബി റോഡിലാണ് ലേസറിന്റെ ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ റൂബി ക്രിസ്റ്റൽ റൂബി റോഡ് ഹാവിംഗ് ഡയമെൻഷൻ 10x10 അതായത് സെന്റിമീറ്റർ, അതായത് 10 സെന്റിമീറ്റർ ലെങ്ത്തും 1 സെന്റിമീറ്റർ ഡൈയും ഉള്ളൊരു റൂബി റോഡാണ് ആക്റ്റീവ് മീഡിയം. പിന്നെ സാധനം ഫ്ലാഷ് ലാമ്പ് യൂസ് ചെയ്തിട്ടാണ് പമ്പിങ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. സെനൺ ഫ്ലാഷ് ലാമ്പിലാണ്. സെനൺ ഫ്ലാഷ് ലാമ്പ് XE സെനൺ. പിന്നെ ഉള്ളത് റൂബി റോഡിൻ്റെ രണ്ട് സൈഡും പോളിഷ്ഡ് ആണ്. ഒരു സൈഡ് ഫുള്ളി പോളിഷ്ഡ്, ഒരു സൈഡ് പാർഷ്യലി പോളിഷ്ഡ് ആണ്. ഈ പോളിഷ്ഡായ പോർഷനാണ് ഒപ്റ്റിക്കൽ റെസൊണന്റ് ക്യാവിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സിൽവേർഡ് എന്ന് പറഞ്ഞാൽ പോളിഷ്ഡ്. വൺ എൻഡ് ഈസ് സിൽവേർഡ് ടു മേക്ക് ഇറ്റ് ടോട്ടലി റിഫ്ലക്റ്റിംഗ് ആൻഡ് അതർ എൻഡ് ഈസ് കോട്ടഡ് some dielectric material to make it partially reflecting. ഇവിടെ സെനൺ ഫ്ലാഷ് ലാമ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലാഷ് ലാമ്പിൽ അറിയാലോ നമ്മൾ ഓരോ ഫ്ലാഷ് ഇങ്ങനെ വരിക. അപ്പം ഇതിൻ്റെ ഔട്ട് എന്ന് പറഞ്ഞാൽ സ്പൈക്കി ഔട്ട്പുട്ട് ഇങ്ങനെയല്ല, ഇങ്ങനൊരു ഔട്ട്പുട്ട് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. കാരണം ഒരു സമയത്ത് ഫ്ലാഷ് ഹൈ ഇൻറ്റൻസിറ്റി കിട്ടും, പിന്നെ ലൈറ്റ് ഉണ്ടാവില്ല, പിന്നെ ആദ്യം ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ഇല്ല, അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. പിന്നെ എനർജി ഡയഗ്രം അതിന് മുന്നേ നമുക്ക് വേറെ എന്തെങ്കിലും പറയാൻ നോക്കട്ടെ. ഇതിൽ ക്രോമിയം ആറ്റംസ് ആണ് ഇതിനകത്ത് ഹോസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. റൂബി റോഡ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം Al2O3 ഡോപ്ഡ് വിത്ത് ക്രോമിയം ആണ് റൂബി എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിൽ പ്രസന്റ് ആയിട്ടുള്ള ക്രോമിയം ആണ് ഇതിനകത്ത് എനർജി അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതിലും ആ ആറ്റങ്ങൾ ക്രോമിയത്തിന് എനർജി ലെവൽ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ബ്ലൂ ലൈറ്റ് ആണ് ക്രോമിയം അബ്സോർബ് ചെയ്യുക, എന്നിട്ട് E4 എക്സൈറ്റ് ചെയ്യും. അതായത് ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെങ്ത് എനർജി വേവ് ലെങ്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആണ് 0.4 മൈക്രോമീറ്റർ. ഇനിയിപ്പോൾ E4 E3 ക്രോമിയം ആറ്റംസ് പിന്നെ E2 ജമ്പ്. E2 എന്ന് പറയുന്നത് മെറ്റാസ്റ്റേബിൾ എനർജി ലെവലാണ്. പക്ഷേ E4 E3 E2 ജമ്പ് ചെയ്യണ എനർജി, അന്നത്തെ റിലീസ് ചെയ്യണ എനർജി നോൺ റേഡിയേഷൻ ആയിട്ട് ലിബറേറ്റ് ചെയ്യുക, അതായത് വൈബ്രേഷനലോ ഹീറ്റോ ആയിട്ട്. അതുകൊണ്ട് തന്നെ ആ ട്രാൻസിഷനെ പറയുന്നത് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്നാണ്. അതൊരു സ്പോണ്ടേനിയസ് ലീക്കാണ്. അങ്ങനെ സ്പോണ്ടേനിയസ്
ഇറ്റ് എമിറ്റ് ചെയ്ത റേഡിയേഷന് E2-ലുള്ള ആറ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആ സ്റ്റിമുലേഷൻ കാരണം ഈ ആറ്റംസ് E1-ലോട്ട് ഡീഎക്സൈറ്റ് ആവും. അപ്പം ഇപ്പം E4-ന്നും E3-ന്നും E2-ലേക്ക് ആ രണ്ട് ആറ്റംസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ E1-ലോട്ട് വരാൻ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഓൾമോസ്റ്റ് സെയിം വേവ് ലെങ്ത്തിലുള്ളതായിരിക്കും. അപ്പം നമുക്ക് എന്നിട്ടാ അപ്പം നമുക്ക് ഓൾമോസ്റ്റ് സെയിം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ കൊഹറൻറ്റ് സോഴ്സായി. അപ്പം അതാണ് ഇതിനകത്ത് ലേസറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ലാസ്റ്റ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് ലേസർ റേഡിയേഷൻ. ഓക്കെ.